എല്ലാവർക്കും നമസ്കാരം. ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ എന്നാ സ്പെഷ്യൽ ഐഡിയ ഉണ്ടോ? കാട ഫ്രൈ ഇല്ലേ? ഒത്തിരി നാളായിരുന്നു കാട ഫ്രൈ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് പോയപ്പം കമ്പത്തുനിന്ന് 2 കാട, എത്ര ഉണ്ട് ഇത്? 3 കാട വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് 1000 കോഴിക്ക് അര കാടയാണ്. ഇപ്പൊ ഇന്ന് 1000 കോഴിക്ക് 3 കാടയാണ്. അപ്പൊ 3000 കോഴിയുടെ ഫലവാ. അയ്യോ, അത്ര പ്രോട്ടീൻ ഒക്കെ ഉണ്ട് അതിന്റെ. അങ്ങനെ പറയുന്നേ. അത് നമ്മൾ അവിടെ കടയിൽ ചെന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടില്ലായിരുന്നു? എത്രയൊക്കെയാ പ്രോട്ടീൻ എഴുതിയിരുന്നത്? 25 കോഴിക്ക് 24 ആടിന് പിന്നെ എന്നായിരുന്നു 20 ബീഫ്. ബീഫിന്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കായിരുന്നു. അപ്പൊ കാടയ്ക്ക് അത് കൂടുതലാണല്ലേ? കാണും. നമുക്ക് ഉണ്ടാക്കാം. അച്ചമ്മച്ചി അവിടെ ഇരുന്ന് സാധനം കഴിക്കുന്നുണ്ട്. എന്നാന്ന് നോക്കി, എന്നാ സംഭവം അറിയത്തില്ലല്ലോ. ഇത് കണ്ടോ, അച്ചമ്മച്ചി ഇന്നുണ്ടാക്കിയത്. ഇത് എന്നായിരുന്നു? ചകിണിയല്ലേ? ചക്കയുടെ ചകിണി. ഇത് കണ്ടോ, ഫ്രൈ ചെയ്തോ? അടിപൊളി സാധനമാണല്ലോ. മിച്ചറൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ ചക്കച്ചകണി ഇങ്ങനെ നല്ല ഇതുപോലെ വറുത്തെടുത്താലേ മിച്ചറിന്റെ ഒക്കെ കൂടെ ഇട്ട് ഒന്നിച്ച് ഇളക്കി എടുത്താൽ നല്ല സൂപ്പറാണ്. എന്നാണ് സംഭവം? നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു. കഴിച്ചു നോക്കിയോ? ശകലം കഴിച്ചായിരുന്നു. അപ്പുറത്തന്നെ ഇരിക്കുന്നത്. ഞാനിത് വറക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇവരൊക്കെ എന്നെ കളിയാക്കി. ഇപ്പൊ കണ്ടോ, നല്ല സാധനം. ഇച്ചിരി മുളക് പൊടിയൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അല്ലേ? എടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. നല്ലതല്ലേ കുഞ്ഞി? കുഞ്ഞി കുറെ നേരമല്ല വാരി തിന്നാൻ തുടങ്ങിയിട്ട്. ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനായിരിക്കുന്നേ. ചക്ക വറുത്ത് വെച്ചേ. എനിക്ക് ചക്ക വറുത്തത് വേണ്ട, ചകിണി വറുത്തത് ഇഷ്ടപ്പെട്ടു. ചക്ക വറുത്തതിനോട് കുഞ്ഞിക്ക് വലിയ കോളില്ലേ. കുഞ്ഞി ചകിണി വറുത്തൊന്നും വാരി തിന്നോണ്ട് നടക്കുക. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ കടിക്കുകയും വേണ്ട. കട്ടിയില്ലല്ലോ അല്ലേ? കട്ടിയില്ല. അപ്പോഴേ ഞാൻ ഈയിടെ പറഞ്ഞില്ലായിരുന്നു ചക്കയുടെ ചകിണിയും പിന്നെ ചക്കയുടെ മറ്റേ മുള്ളു പോലത്തെ അവിടം കൂടെ ഉള്ളു ഇനി ഇവര് എന്നേലും ഉണ്ടാക്കി തരായിരുന്നു. അപ്പൊ അതിലെ ഒരു സാധനം ചക്കയുടെ ചകിണി ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നേലും. നല്ല ടേസ്റ്റ്. ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഓർത്തില്ല. ചക്ക വറുത്തതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇത് നല്ല സാധനമല്ലേ? എങ്ങനെ ഉണ്ടാക്കേണ്ട കാട ഫ്രൈ? കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം പുരട്ടി ഉണ്ടാക്കണോ? അത് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കൂടെ അരച്ച് പുരട്ടിയിട്ടുണ്ടാക്കണോ? എങ്ങനെ ഉണ്ടാക്കണ്ടേ? അച്ചമ്മച്ചിക്ക് ഏതാ ഇഷ്ടം? എല്ലാം കൂടെ അരച്ച് വരട്ടി തിരുമി എടുത്ത് ഉണ്ടാക്കുന്നത് നല്ലത്. എടുത്തോ, ഇഞ്ചി എടുത്തോ, വെളുത്തുള്ളി എടുത്തോ, പൊളിച്ചോ. ഓരോരോ ഡ്യൂട്ടി ഓരോരുത്തർക്ക്. രണ്ടേ അതിന്റെ അരക്കുന്നതിന്റെ കൂടെ 2 പെരിഞ്ചീരവും കൂടെ ഞുള്ളിയിടണേ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോ എനിക്ക് മാത്രമേ കാണത്തുള്ളൂ. ഉത്സാഹിച്ച് ജോലി എടുക്കുന്നവർക്ക് അല്ല അവന്റെ പിന്നെ കൊണ്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തോണ്ട് പോകും. അതാ പറഞ്ഞ, ഉത്സാഹിച്ച് ജോലി എടുക്കുന്നവർക്ക് കിട്ടും കേട്ടോ. എനിക്ക് അതിന്റെ ഒരു കുഞ്ഞു പീസ് മതിയിടാ. 1000 കോഴിയുടെ ഫലമല്ലേ ഒരു കാട, അര കാട. അപ്പൊ ഒന്ന് ആലോചിച്ച് കഴിക്കും. 1000 കോഴിക്ക് അര കാട. അപ്പൊ അതെ, ഇതിപ്പോ പറഞ്ഞ കണക്ക് മൊത്തം തെറ്റാ. നമ്മൾ 3 കാടയാണ് വാങ്ങിച്ചത്. അപ്പം 1000 കോഴിക്ക് അര കാടയാണെങ്കിൽ 3 കാട 6000 കോഴിയല്ലേ? നിന്നെ ആരാ കണക്ക് പഠിപ്പിച്ച്? അല്ല, അത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ആണോ? അത് കഴിഞ്ഞിട്ട് ഞാനപ്പോ ആരെയും നല്ലല്ലോ ഓർക്കുന്നത്, ഒരു കാടേ. ഞാനും ആദ്യം അങ്ങനെ തന്നെ പറഞ്ഞേ. 10th ഫെയിലാണ്. ആണോ? കണക്ക് പഠിപ്പിക്കൂടാ. അതല്ല, അത് 10th ജയിച്ചതിന്റെ ഒരു ഇതാന്ന് തോന്നുന്നു. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ തോറ്റ് ജയിച്ചതിന്റെ. കുറയ്ക്കാനും ഒക്കെ 1ാം ക്ലാസ് തൊട്ടല്ല 2ാം ക്ലാസ് തൊട്ടേ പഠിപ്പിക്കും. 6 60 20 14 എത്ര? 100. അത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടല്ലേ. എന്നാ കുറച്ച് കണക്കിട്ട് തരാം. നീ ബുക്കും പേനായി എടുത്തോണ്ട് വാ. എഴുതാതിരുന്ന് ടച്ച് വിട്ടു. കണക്കിന്റെ മാത്രം ടച്ച് വിട്ട് പോകത്തില്ല. കുഞ്ഞിയാണ് കണക്ക് ഭയങ്കര എക്സ്പേർട്ടാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഒട്ടും കാണാത്ത സാധനം. എന്നത്? കണക്ക് ഹിന്ദി. ആണോ? ഇത് ടീച്ചർമാര് കേൾക്കണേ. ഹിന്ദി പറയാൻ ഇഷ്ടമാ, പക്ഷെ എഴുതാനും പഠിക്കാനും ഇഷ്ടമില്ല. ആണോ? ഇഞ്ചി റെഡിയായില്ലേ? ഇഞ്ചി ഇത്ര ഒക്കെ കഴിഞ്ഞാൽ ചെത്തി പോവാ ചിലതൊക്കെ. നല്ലപോലെ അതിന്റെ തോലുകളാ. സാൻഡ് പേപ്പർ ഇട്ട് ഒറ്റാ മതി. അതെ അതെ, എളുപ്പപ്പണിയാ. ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് മുങ്ങുന്നുണ്ടല്ലേ?
ചമ്മച്ചി എവിടെ പോയടാ? ഇടയ്ക്കിടയ്ക്ക് സീരിയൽ കാണാൻ പോകുന്നതാ. പോസ് ചെയ്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ആണോ? അയ്യോ കുഞ്ഞി ഒരു സീരിയൽ. നോക്കാവേ നോക്കട്ടെ എവിടെ സംഭവം എന്നാന്ന് നോക്കാം. ശരിയാ കേട്ടോ. അപ്പോൾ ഈ ടി വിയിലോട്ട് തന്നെ നോക്കി നിൽക്കുന്നതാണോ? ഇത് വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോൾ സീരിയലിൽ പോസ്റ്റ് ചെയ്തിട്ട് വരും. ആണോ? എടുത്ത് കഴിയുമ്പോൾ അവിടെ പോയി അൺപോസ്റ്റ് ചെയ്ത് അറിഞ്ഞില്ല കേട്ടോ, നമ്മൾ നോക്കിയതൊന്നും കണ്ടില്ല. സീരിയൽ കാണുമ്പോൾ വേറെ ഏതോ ലോകത്താണ്. എനിക്ക് എന്താ ആകാംക്ഷയോടെ നിൽക്കുന്നെ. ഇപ്പൊ അടിക്കുന്നു. ഏതാണ് ഇരിക്കുന്നത്? ഞാൻ അറിയാതെ നീ വരുന്നില്ലേ? ഞാനേ 2-3 ദിവസത്തേനുള്ള ചക്ക എരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 2-3 കൂടിനകത്തങ്ങ് വാരിയിട്ട് വെക്കും. അപ്പൊ 2-3 ദിവസം രാവിലെ കാപ്പിക്ക് വൈകും. ചക്ക കളയാൻ പറ്റുമോ? നല്ല സൂപ്പർ ചക്ക. അത് കുഴപ്പമില്ല. അപ്പം 3-4 ദിവസത്തേക്ക് ഇതായിരിക്കും ചുരുക്കം. വേണ്ടാത്തൊരു വേണ്ടത് ഉണ്ടെന്ന് പറഞ്ഞാൽ പുട്ടോ ദോശയോ ഒക്കെ ഉണ്ടാക്കാം. ഒക്കെ ഉണ്ടാക്കാം. എനിക്കെന്തായാലും ചക്ക വേണം. ചക്ക തീരുന്നിടം വരെ ഞാൻ ചക്ക തീരും. ആയിക്കോട്ടെ, ഓക്കെ. അമ്മ എപ്പോഴേ ഈ ഇഞ്ചി എല്ലാം ചതച്ചെടുത്തേക്കട്ടെ. അത് ചതച്ചു. ഇഞ്ചി മാത്രം ആദ്യം ചതയ്ക്കാനാണോ? ഇഞ്ചി ചതച്ചിട്ട് വെളുത്തുള്ളി ചതച്ചാൽ മതി. അല്ല, ഇടിച്ച് പൊട്ടിച്ച് കളയുമോ? അതൊന്നും എനിക്കറിയില്ല. കാട ഫ്രൈ കിട്ടുമെന്ന് കേട്ടപ്പോൾ എന്നാ ഉത്സാഹം വന്നു. ഇഞ്ചി നന്നായിട്ട് കഴിയായിരുന്നോ? നല്ല ചതങ്ങ മതിയടാ, അതിനോട് അത്ര വൈരാഗ്യം വേണ്ട. അതെ, മിക്സിയിൽ എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കണ്ട. അപ്പൊ പിന്നെ അത്രയും മതി, ചതഞ്ഞാൽ മതി. ഇനി ഇതോ അതോടെ ഇട്ടു. അവനേതാണ്ട് വമ്പൻ ഇഞ്ചിയോട് ഏതാണ്ട് അതിലും ഭയങ്കര വൈരാഗ്യത്തിലുള്ള ഇടി അടിച്ചത്. കൊള്ളാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ചെയ്യും. ഇനി ഇവനെ നമ്മുടെ ആസ്ഥാന പാചകക്കാരനാക്കുക. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ ജയിക്കണ്ട. അരച്ചേക്കാം. അരച്ചെടുക്കാൻ ഇനി അത് ഇതിലോട്ട് ഇട്ടു. അയ്യോ, അത് കഴിയുമ്പോൾ ഇട്ടോ ഇട്ടില്ലേ? ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. എന്നാ ഇടണ്ടേ? പറ. നീ നിൽക്കൂ. ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അച്ചമ്മച്ച എന്നാ പറഞ്ഞ പെരിഞ്ചീരകം വരയ്ക്കണം എന്നല്ലേ? പെരിഞ്ചീരകം എടുക്കുമ്പോഴാണ് ഇതിനകത്തോട്ട് പെരിഞ്ചീരകം ഇടാൻ അച്ചമ്മച്ച പറഞ്ഞേ. ഇച്ചിരി മതിയായിരിക്കുവേ. ഇനി അമ്മ എല്ലാം എടുത്തു തന്നിട്ടുണ്ട്. ആ പൊടിയെല്ലാം ഇട്ട് കൊടുത്തേക്കാം. പൊടിയിട്ടോ. 1 സ്പൂൺ വേണോ അമ്മ കുരുമുളക് പൊടി? കുരുമുളക് പൊടി നല്ലോണം ഇട്ടോ. ഞാൻ ഉണ്ടാക്കട്ടെ. അത് നന്നായി കേട്ടോ. നല്ല എരിവായിരിക്കും കേട്ടോ. നല്ല എരിവ് അതിനൊരു സ്പൂൺ മതി. 1 സ്പൂൺ തികച്ച് ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾ, അയ്യോ, മഞ്ഞളോ ഒരു 1/2 സ്പൂൺ ഇട്ടോ. ഇത്ര. ഇനി എന്നാ? ഇനി മുളക് പൊടി 2 സ്പൂൺ ഇടാം. അരി കാശ്മീരിയാണോ? കാശ്മീരി പൊടി കഴിഞ്ഞ ദിവസം നമ്മൾ പൊടിപ്പിച്ചു. പോരെ? ഒന്നുകൂടി ഇട്ടോ. നല്ല കളറില്ലാതിരിക്കും അല്ലേ? മതി. ഇനി അരച്ചെടുത്തേക്കാം. പിന്നെ എനിക്ക് ഉപ്പ് ഇടണം, കറിവേപ്പില ഇടണം. ഉപ്പ് പൊടിയാണോ? പിന്നെ ഇത് ഉപ്പ് നീ അതിനകത്തിട്ട് മൊത്തം കുളമാകും കേട്ടോ. എന്തേലും വേണോന്നറിയില്ല. വേണ്ട. കുറച്ച് മതി. അതിട്ടോ. മാറോ എന്റെ ചക്ക വേവിക്കാൻ? ഇനി അത് മതി. ദൈവമേ, ഇതിലേ എന്നാ കറിവേപ്പില കൂടെ ഇടാം. ഇന്ന് മൊത്തം ചക്കയായിരുന്നു. 2-3 ദിവസമായിട്ട് ചക്കയായിരുന്നു. ചക്ക വറുത്തതിരിക്കുന്നു, ചകിരി വറുത്തതിരിക്കുന്നു. ഇനിയും ചക്ക കഴിക്കാൻ പോകണം. ഇത്ര മതിയോ? മല്ലിയില ഇടണോ? വേണ്ടല്ലേ? അരയ്ക്കണം. വേണ്ട.
അമ്മച്ചി വന്ന് എത്തി നോക്കുന്നുണ്ടോ എന്നാ സംഭവം ഒന്നും ഒരു ബന്ധമില്ല. ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു ആ വെറുതെ അല്ല വെള്ളം ഒഴിക്കാനായിട്ട് എത്തി നോക്കുന്നു. പ്രൊഫഷണലാ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറഞ്ഞു തന്നിട്ട് പോകും അല്ലേ? ഞാനിവിടെ ഉണ്ടെന്ന്. ഉണ്ടെന്നാ ആ അതാ പറഞ്ഞു. എത്തി നോക്കും വെള്ളം ഒഴിക്കും. ആ മതി മതി മതി. കൂടി പോയോ? ഇല്ല അത് മതി. സംശയം. ഓക്കെ. മതി തോന്നുന്നു. നരച്ച് നോക്കി. നരച്ച്. എല്ലായിടത്തും ഇന്റർവ്യൂ ചെയ്യണം. അയ്യോ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എത്തി നോക്കി നിൽക്കുന്നത്. ആ നമ്മളിതിനൊന്ന് വരഞ്ഞിടുവാണേ. മസാല നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. എന്താ കാണിക്കുന്നത്? ഇതുണ്ടോ കാര്യം? എന്തോ ഇനി നിന്റെ കാര്യം ഞാൻ ഇതിങ്ങനെ കീറുവാ, വരയുമല്ല. ഞാൻ നമ്മൾക്കേ അരപ്പ് തേച്ച് പിടിപ്പിക്കാം. മസാല മസാല തേച്ച് പിടിപ്പിക്കാം. ഈ മസാലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ടോ? എന്താണ്? അല്ലേ കുരുമുളക് കൂടുതലുണ്ടോ? കുരുമുളകുണ്ട്. കുരുമുളക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല അപ്പൊ കാട പെപ്പർ ഫ്രൈ ആണോ? അങ്ങനെയും പറയാം. ഏത് പേര് വേണമെങ്കിലും വിളിക്കാമല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട പേര് വിളിക്കാം. അതെല്ലേ. അല്ലേ? നല്ലപോലെ ഒന്ന് പടപടാന്ന് റെഡി ആക്കിക്കേ. ഇതിലാരും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യം കാണിക്കട്ടെ. പോയി ഇരിക്കുന്നു. എങ്ങാനും സീരിയലൊന്ന് കാണാൻ പറ്റാതെ വന്നെങ്കിൽ സീരിയലിൽ ഇടയിലോട്ട് കയറി ചെന്നാൽ കത്തി കയറി. ഞാൻ പറ്റട്ടെ? നിന്റെ കൈ കൂടെ പറ്റിക്കണോ നീ? വേണ്ട. എന്നാന്നോ ഇൻട്രസ്റ്റ് എടുത്ത് വന്നല്ലേ. ചിലപ്പം പുകഞ്ഞെങ്കിൽ കുരുമുളകൊക്കെ ആയതുകൊണ്ടേ. നല്ല എരിവുള്ള കുരുമുളക്, ഇന്നലെ പൊടിച്ച് വെച്ച കുരുമുളകാണ്. ചിലപ്പം കൈ പൊടി. അമ്മയെല്ലാം വരഞ്ഞ് ഞാൻ എല്ലാം കീറി. സാരമില്ല. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ വെക്കാൻ സമയമില്ലല്ലോ. ഒരു 10 മിനിറ്റ് വെച്ചാലോ? 10 മിനിറ്റ് ആണെങ്കിലും മതി. 5 ഒരു 10 മിനിറ്റ് ഇത് അരപ്പല്ലാതെ പിടിക്കട്ടെ. റെഡിയായോ? ഇടട്ടെ. പിന്നെ ഇട്ടോ എന്നാളൊക്കെ കിട്ടോ അതിൻ്റെ റെഡി ആക്കിട്ടോ. ഞാനതായത് അതിനടുത്തോട്ട് വരികയില്ല, എനിക്ക് പേടിയാണ്. കുഞ്ഞി ഇവിടെ കാവലിരിപ്പുണ്ട്. അച്ചമ്മച്ചി എന്തിയടാ? ആണോ? പോയി അന്നത് ഫ്രൈ എല്ലാം ആയി കഴിയുമ്പോൾ വിളിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ കാട ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ വെന്ത് 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 വരുന്നുണ്ട്. ഉടനെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഈ ചിക്കൻ ഫ്രൈ ഇങ്ങനെ ചിക്കൻ ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്യുന്ന സൗണ്ട് മഴ പെയ്യുന്ന സൗണ്ട് ഒരുപാടില്ലേ? ആ അതെല്ലോ കേട്ടോണ്ടില്ലേ? അതെ അതെ. അല്ലേ? കണ്ണടച്ച് കേട്ടോട്ടെ. ഞാൻ കണ്ണടച്ച് കേട്ട് നോക്കി. ഒരേപോലെ ഇല്ലേ? അമ്മ ഇടമ്മ. അതിപ്പോ ഫാൻ ഇട്ടിട്ട് കിടക്കുമ്പോഴും അങ്ങനെയല്ലേ തോന്നുന്നത്. ഞാൻ മഴ പെയ്യാത്ത ദിവസം ഫാൻ ഇട്ട് കിടന്നിട്ട് ഇങ്ങനെ പുതപ്പ് പകുതി ചെവിയിടത്തേ ഉള്ളൂ. നേരം മഴ പെയ്യുന്ന പോലെ തോന്നും. ആ ഇവിടെയൊക്കെ ഇങ്ങനെ പിന്നെ എ സി ഒന്നും വേണ്ടാതെ നല്ല ക്ലൈമറ്റ് ഇരിക്കുന്നത്. എ സിയും വേണ്ട ഫാനും വേണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇതെന്നാ അമ്മേ പരിപാടി? ഇതോ ഇത് 2-3 നല്ല കുഞ്ഞു പാവയ്ക്ക കിട്ടി. ആ നാളത്തേക്കുള്ളതാണോ? നാളത്തെ ഉള്ളത്. എല്ലാം അരിഞ്ഞ് പെറുക്കി വെക്കുകയാണോ? അരിഞ്ഞ് പേർക്ക് ഇപ്പം അങ്ങ് പറ്റിച്ചു വെക്കും. ആ അമ്മ ഇവിടെ വന്നിരുന്ന് സീരിയൽ കാണുമെന്ന് എല്ലാവരും പറഞ്ഞേ. അരിഞ്ഞോട്ടിരുന്ന് സീരിയൽ കാണുമായിരുന്നു അല്ലേ? ഞാൻ സീരിയലല്ല, വാർത്തയാണ് കാണുന്നത്. ആണോ? പിന്നെ നമ്മുടെ കാട ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞാലും മതി. നിനക്ക് ഏത് പീസ് വേണമെന്ന് നീ പറഞ്ഞു? എനിക്ക് ഇറച്ചുള്ളത് എല്ലാം ഒന്നും നടക്കൂല. നിനക്ക് മാത്രമേ ഇപ്പൊ നല്ല പല്ലുള്ളൂ, അതുകൊണ്ട് നിനക്ക് എല്ലാം തരാം. എല്ലാം വേണ്ട. എടാ കാടയ്ക്ക് ഇതിനും മാത്രം എല്ലൊന്നും ഇല്ലടാ. കാട മൊത്തം നല്ല വറുത്ത് നല്ല മുരിഞ്ഞതാ. അതപ്പം എടുത്ത് കടിച്ച് നിന്നാ മതി. എന്നാ കഴിച്ചിട്ട് കൊള്ളാം. എല്ലാരോടും വരാൻ പറഞ്ഞ ഇല്ല, ഇതിന് കിട്ടുമെന്ന് തോന്നില്ല. ആണോ? എരിവ് കൂടുതലുണ്ടോ?
കുരുമുളക് ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ എല്ലാവരെയും വിളിച്ചാലോ? പോപ്പി പെട്ടെന്ന് വാ. എന്നാ കഴിച്ചേക്കാം. കഴിച്ചാലോ? അപ്പൊ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം.